ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റൂട്ട്സ് അപ്രോച്ചാണ്. അതിൻ്റെ ഒരു ഇൻട്രോഡക്ടറി പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ റൂട്ട്സ് അപ്രോച്ച് എന്ന് പറയുന്നത് ന്യൂറോ ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റൽ അപ്രോച്ചാണ്. എന്ന് പറഞ്ഞാൽ ബ്രെയിന് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനുണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫങ്ഷണൽ, ബിഹേവിയറൽ അല്ലെങ്കിൽ കോഗ്നീഷണൽ എബിലിറ്റിയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് നോക്കിക്കാണുന്ന ഒരു ന്യൂറോ ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റൽ അപ്രോച്ചാണ് റൂട്ട്സ് അപ്രോച്ച്. മാർഗരറ്റ് റൂട്ട് എന്ന അമേരിക്കൻ ഫിസിയോതെറാപ്പിസ്റ്റാണ് റൂട്ട്സ് അപ്രോച്ച് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1915-1917 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത്. ആദ്യമെല്ലാം CP പേഷ്യൻറ്റിലാണ് യൂസ് ചെയ്തത്, CP സെറിബ്രൽ പാൽസി ഉള്ള കുഞ്ഞുങ്ങളിൽ. പിന്നീട് മോട്ടോർ കൺട്രോൾ പ്രോബ്ലം ഉള്ള പേഷ്യൻസിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. മോട്ടോർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ മോട്ടോർ എന്നാൽ മൂവ്മെൻറ്റ്, കൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്നാണ് മോട്ടോർ കൺട്രോൾ എന്ന് പറഞ്ഞത്. ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ടാസ്ക് നമുക്ക് ചെയ്യണമെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടേബിളിൽ ഇരിക്കുന്ന ഒരു പേന എടുക്കണമെങ്കിൽ നമ്മുടെ അപ്പർ ലിംബ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേണിൽ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇല്ലാത്ത പേഷ്യൻറ്റിലാണ് പിന്നീട് റൂട്ട്സ് അപ്രോച്ച് ഉപയോഗിച്ചത്. ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള CVA, സ്പൈനൽ കോഡ് ഇഞ്ചുറി പോലുള്ള കണ്ടീഷനുകളിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പോസ്റ്റ് ഫ്രാക്ചർ, സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി പോലുള്ള കണ്ടീഷനുകളിലും പിന്നീട് റൂട്ട്സ് അപ്രോച്ച് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. റൂട്ട്സ് അപ്രോച്ച് മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോട്ടോർ ഔട്ട്പുട്ട് സെൻസറി ഇൻപുട്ടിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. റൂട്ട്സ് അപ്രോച്ച് അതുപോലെ തന്നെ റിഫ്ലെക്സ് ഹൈറാർക്കിയൽ മോഡലിൻ്റെ ബേസിസിലാണ് ഡെവലപ്പ് ചെയ്തത്. എന്താണ് റിഫ്ലെക്സ് ഹൈറാർക്കിയൽ മോഡൽ എന്ന് വെച്ചാൽ, ഒരു മോട്ടോർ കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഹൈറാർക്കിയൽ മോഡൽ അനുസരിച്ചാണ്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള റിഫ്ലെക്സിൽ നിന്നും പിന്നീട് സെൻസറി സ്റ്റിമുലസ് കിട്ടുന്നതനുസരിച്ച് ആ ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവൽസ് ചാർജ് ഏറ്റെടുക്കുകയും വോളണ്ടറി ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു ഹൈറാർക്കിയൽ മോഡൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും താഴെ ലോവർ ലെവലിൽ ബേസിക് ആയിട്ടുള്ള റിഫ്ലെക്സുകൾ, പിന്നീട് അവിടെ സെൻസറി ഇൻപുട്ട് കിട്ടുന്നതനുസരിച്ച് ആ ലെവൽ കൂടി ഹയർ ലെവലിൽ, അതായത് സെറിബ്രൽ കോർട്ടെക്സും സെറിബെല്ലവും ബേസൽ ഗാംഗ്ലിയ പോലുള്ള ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ ആ ഒരു കൺട്രോൾ ഏറ്റെടുക്കുകയും വോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ സാധാ മോട്ടോർ പാറ്റേൺ ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് റിഫ്ലെക്സ് ഹൈറാർക്കിയൽ മോഡലിൽ പറയുന്നത്. അതിൻ്റെ ബേസിസിൽ തന്നെയാണ് റൂട്ട്സ് അപ്രോച്ചും ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ നമുക്കൊരു മൂവ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ ഫെസിലിറ്റേറ്ററി ടെക്നിക്കുകളോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇൻഹിബിറ്ററി ടെക്നിക്കുകളും ഈ റിഫ്ലെക്സിൻ്റെ ബേസിസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള മോട്ടോർ പാറ്റേൺ കിട്ടുമെന്നാണ് റൂട്ട്സ് അപ്രോച്ച് ബിലീവ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ സീക്വൻസൽ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള സ്റ്റേജിൽ, അതായത് ഇൻഫൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഓരോരോ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജുകൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വഴി ഒരു സെൻസറി ഇൻപുട്ട്, ഏതാണോ സെൻസറി ഇൻപുട്ട് ആവശ്യമായിട്ടുള്ളത് ആ സെൻസറി ഇൻപുട്ട് കൊടുക്കുന്നത് വഴി ഒരു മോട്ടറായിട്ടുള്ള നോർമൽ മോട്ടോർ ഫങ്ഷൻ പേഷ്യൻസിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് റൂട്ട്സ് അപ്രോച്ച് പറയുന്നത്. അടുത്തത് റൂട്ട്സ് അപ്രോച്ചിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. 4 പ്രിൻസിപ്പിളാണുള്ളത്. നോർമലൈസേഷൻ ഓഫ് ടോൺ, ഓൺജെനിക് ഡെവലപ്മെൻറ്റൽ സീക്വൻസ്, പർപ്പസ്ഫുൾ മൂവ്മെൻറ്റ്, റിപ്പറ്റീഷൻ മൂവ്മെൻറ്റ്. ആദ്യത്തത് നോർമലൈസേഷൻ ഓഫ് ടോൺ. അതായത് സെൻസറി സ്റ്റിമുലൈ കൊടുക്കുന്നത് വഴി മസിലിൻ്റെ ആക്ടിവിറ്റിയെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഇൻഹിബിറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ മസിൽ ടോൺ കൂടുതലാണെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റിമുലൈ കൊടുത്ത് ടോൺ കുറയ്ക്കാനും, ടോൺ കുറവാണെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ആവശ്യമായ സെൻസറി സ്റ്റിമുലൈ കൊടുത്ത് ടോൺ കൂട്ടാനും സാധിക്കും. ഇപ്പോൾ ഹൈപ്പർ ടോൺ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ മസിൽ ഇൻഹിബിറ്ററി ആക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള സെൻസറി സ്റ്റിമുലൈ കൊടുത്ത് ടോൺ കുറയ്ക്കാനും, ഹൈപ്പർ ടോൺ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഫെസിലിറ്റേറ്ററി മസിൽ ആക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള സെൻസറി സ്റ്റിമുലൈ കൊടുത്ത് ടോൺ കൂട്ടാനും സാധിക്കുന്നു. അപ്പോൾ റൂട്ട്സ് അപ്രോച്ചിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെൻസറി സ്റ്റിമുലൈ കൊടുത്ത് ഒന്നെങ്കിൽ ഫെസിലിറ്റേറ്ററി അല്ലെങ്കിൽ ഇൻഹിബിറ്ററി ആയിട്ടുള്ള മസിൽ ആക്ടിവിറ്റി ചെയ്ത്
ടോണിനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു. അതുവഴി ആ ടോണിനെ നോർമലൈസ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള മസ്കുലർ റെസ്പോൺസ് ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ റൂട്ട്സ് അപ്രോച്ചിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓൺകോജനിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ സീക്വൻസ് ആണ്. എന്താണ് ഓൺകോജനിക് ഡെവലപ്മെൻറ്റൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ഇൻഫൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തൊട്ട് അത് അഡൽട്ട്ഹുഡിലോട്ട് വരുമ്പോഴുള്ള ഒരു മോട്ടോർ ഡെവലപ്മെൻറ്റ് ഓരോ ഡെവലപ്മെൻറ്റൽ സീക്വൻസ് ആയിട്ടായിരിക്കും, ഒരു ഓർഡറിലായിരിക്കും പോകുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആദ്യമേ മലർന്നാണ് കിടക്കുന്നത്, പിന്നെ റോള് ചെയ്ത് കമന്ന് കിടക്കുന്നു, പിന്നീട് മുട്ടയിൽ ഇഴയാൻ തുടങ്ങുന്നു, അതിനുശേഷം എഴുന്നേറ്റ് നിൽക്കുന്നു, പിന്നെ നടക്കുന്നു. ഈ ഒരു ഓർഡറിലായിരിക്കും മോട്ടോർ കൺട്രോൾ റീഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതേ ഡെവലപ്മെൻ്റലായിട്ടുള്ള ഓർഡർ നമ്മൾക്ക് മോട്ടോർ കൺട്രോൾ ഇല്ലാത്ത പേഷ്യൻറ്റിൽ നമ്മൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നോർമലായിട്ടുള്ള മൂവ്മെൻറ്റിനെ റീഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് റൂട്ട്സ് അപ്രോച്ചിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. അതായത് ഒരു സെൻസറി സ്റ്റിമുലൈ ഓരോ ഡെവലപ്മെൻറ്റൽ സീക്വൻസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് നോർമലായിട്ടുള്ള മോട്ടോർ റെസ്പോൺസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ മൂവ്മെൻ്റ് ആയിരിക്കണം. അതായത് റൂട്ട്സിൽ നമ്മൾ ചെയ്യുന്ന റൂട്ട്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തെറാപ്പി സെക്ഷനിലും ഒരു പർപ്പസ്ഫുൾ മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ ഡേ ടു ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പേഷ്യൻറ്റിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിസയർ ആയിട്ടുള്ള നമുക്ക് വേണ്ട മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ മൂവ്മെൻ്റ് ആയിരിക്കണം. അതായത് ചെയ്യുന്ന ഏത് ടാസ്ക് ആണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മോട്ടോർ ലേണിംഗ് ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് ഫീഡ് ചെയ്യുകയും വഴി ഡിസയർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ.